സർവാഭരണ വിഭൂഷിതനായി തിരുവാഭരണങ്ങൾ ചാർത്തി ഭഗവാന്റെ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന, തിരുമുഖവും പ്രഭാമണ്ഡലവും കിരീടവും നവരത്നമോതിരങ്ങളും അണിഞ്ഞ് രാജാതിരാജനായി രാജകീയ വേഷധാരിയായി ഭഗവാന്റെ ദീപാരാധന തെളിയുന്നു. ഇനി അല്പനിമിഷങ്ങൾക്കകം ഭക്തർ മുഴുവൻ കാത്തിരുന്ന ആ കാഴ്ച പൊന്നമ്പലമെട്ടിൽ ധർമ്മശാസ്താവിന്റെ മൂലസ്ഥാനത്ത് അല്പസമയത്തിനകം മകരവിളക്ക് തെളിയും. ഇപ്പോഴിതാ ഈ മകരസംക്രമ ദിനത്തിൽ സംക്രമസന്ധ്യയിലെ ദീപാരാധനയാണ്. മഹാദീപാരാധന നടന്നുകൊണ്ടിരിക്കുന്നു. ആ മഹാദീപാരാധനയിൽ തിരുവാഭരണ വിഭൂഷിതനായ ഭഗവാനെ തൊഴുത് ഭക്തലക്ഷങ്ങൾ സായുജ്യമണിയുന്ന ഈ സംക്രമസന്ധ്യയിൽ, പ്രദോഷസന്ധ്യയിൽ ഭഗവാൻ രാജാതിരാജനായി ദർശനം നൽകുന്നു. ഇനി അല്പസമയത്തിനകം ഭഗവാന്റെ മൂലസ്ഥാനമായ പൊന്നമ്പലമെട്ടിൽ ശബരീശ സന്നിധിയിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറം ആ പൊന്നമ്പലമെട്ടിൽ മകരവിളക്ക് തെളിയും. ആ വെളിച്ചം 3 തവണ മിന്നിമാറിയുന്ന കാഴ്ചയ്ക്ക് വേണ്ടി, ആ സായുജ്യ ദർശനത്തിന് വേണ്ടി, അനുഗ്രഹ ദർശനത്തിന് വേണ്ടി ഭക്തരാകെ കാത്തിരിക്കുന്ന ശരണമന്ത്രമുഖരിതമായ സന്നിധാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരണമന്ത്രമുഖരിതമായ സന്നിധാനത്ത് നിന്ന് ഭക്തലക്ഷങ്ങൾ മുഴുവൻ കാത്തിരിക്കുന്നു. പുല്ലുമേട്ടിലും പാഞ്ചാലിമേട്ടിലും പരുന്തുംപാറയിലും ഇലുവങ്കലിലും നെല്ലിമലയിലുമായ അയ്യന്മലയിലും ഒക്കെ കാത്തിരിക്കുന്ന ഭക്തലക്ഷങ്ങൾ മുഴുവൻ കാത്തിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകളിതാ ആ പൊന്നമ്പലമെട്ടിൽ തെളിയാൻ പോകുന്ന മകരജാത തെളിഞ്ഞു. മകരവിളക്ക് തെളിയുന്നു, മകരവിളക്ക് തെളിയുന്നു, മകരജ്യോതി തെളിയുന്നു. ശരണമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ സായുജ്യമായ കാഴ്ച, കാത്തിരുന്ന ആ കാഴ്ച, സായുജ്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, മോക്ഷത്തിൻ്റെ ദിവ്യപ്രഭ തെളിയുന്നു. ആ ദിവ്യപ്രഭ കണ്ട് സായുജ്യമണയുന്ന ഭക്തലക്ഷങ്ങൾ ശരണമന്ത്രമുഖരിതമായി സ്വാമിയെ ശരണമയ്യപ്പ എന്ന ഒറ്റ മന്ത്രത്തിൻ്റെ അകമ്പടിയോടുകൂടി അതാ പൊന്നമ്പലമെട്ടിൽ ദിവ്യപ്രഭ തെളിയുന്നു. ആ കാഴ്ച കണ്ട് ആനന്ദിക്കുന്ന സായുജ്യമണയുന്ന ഭക്തലക്ഷങ്ങൾ അതാ കാണുന്നു. 1ാം തവണയായി തെളിയുന്ന ആ മകരവിളക്കിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ആദ്യത്തെ വെട്ടം വന്നിരിക്കുന്നു. ഭഗവാന്റെ ആ മഹിഷീ നിഗ്രഹത്തിന് ശേഷം മാലോകർക്ക് അനുഗ്രഹം ചൊരിയുന്ന ഭഗവാനെ ദേവഗണങ്ങൾ പുകഴ്ത്തി നടത്തിയ ആദ്യത്തെ ദീപാരാധന അതിതാ ആ പൊന്നമ്പലമെട്ടിൽ